എൻ്റെ പേര് അഭിലാഷ്, ഇതെൻ്റെ വൈഫും മകനുമാണ്. ഞാൻ യുഎയിലാണ് ജോലി ചെയ്യുന്നത്. ഈ വീടൊരു ഏകദേശം 30-35 വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു. ഞങ്ങൾക്ക് ഇത് റിനോവേറ്റ് ചെയ്യണമെന്ന് കുറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഒരു സോളിഡായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 6 മാസം മുമ്പ് ഞങ്ങൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ പോയ സമയത്ത് ഒരു സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് കാണാനിടയായി. അത് ഇഷ്ടപ്പെട്ട് വാങ്ങാനുള്ളൊരു ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോഴാണ് ഇത് എവിടെ വെക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായത്. ആ ചിന്തയിൽ നിന്നും ഞങ്ങൾ ഇവിടെ പഴയ വീട്ടിൽ വന്ന് അത് വെക്കാനുള്ള ഒരു സ്പേസ് അന്വേഷിച്ച സമയത്ത് അത് വെക്കാനായിട്ടൊരു സ്പേസ് ഇല്ലാണ്ട് പോയി. അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് റിനോവേറ്റ് ചെയ്യണം എന്നുള്ളൊരു സോളിഡ് പ്ലാനിലേക്ക് വന്നത്. ആ സമയത്ത് ഈ വീടിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലിവിങ് റൂം ആയിട്ട് ഒരു റൂം ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ഹോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഹോൾ അത്ര സ്പേഷ്യസും അല്ലായിരുന്നു. അതവിടെ ടി വി വെക്കാനുള്ള സ്പേസിൻ്റെ പരിമിതികളുണ്ടായിരുന്നു, ഇരിക്കാനുള്ള പരിമിതികളുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് കിച്ചൻ്റെ ചില പരിമിതികളുണ്ടായിരുന്നു. വളരെ ചെറിയ കിച്ചനായിരുന്നു. ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്താണ് ഒടുവിൽ വീട് റിനോവേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു ആർക്കിടെക്ചർ ഫേമിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. അങ്ങനെയാണ് റൈറ്റ് ആംഗിൾ കോൺടാക്ട് നമ്പർ എനിക്ക് കിട്ടുന്നത്. ഞങ്ങൾ കോൺടാക്ട് ചെയ്തതിൻ്റെ ബേസിൽ വെരി നെക്സ്റ്റ് ഡേ തന്നെ അവരൊരു സൈറ്റ് വിസിറ്റ് പ്ലാൻ ചെയ്തു. അവർ സൈറ്റിൽ വന്നു, നമ്മുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ അവർ എക്സിസ്റ്റിംഗ് ഹൗസിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളുടെ റിക്വയർമെൻറ്റുകളൊക്കെ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ വിശദമായിട്ട് ഇന്നതാണ് കാര്യങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടുന്ന ചേഞ്ചസ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവരൊരു പ്ലാൻ പ്രൊവൈഡ് ചെയ്തു. ആ പ്ലാൻ പ്രൊവൈഡ് ചെയ്തതനുസരിച്ച് ഞാനും വൈഫായിട്ട് ആ പ്ലാൻ പ്രിലിമിനറി ഡിസ്കഷൻ നടത്തി നോക്കി. ഇതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വെച്ച്. പക്ഷേ ഈ ഫൈനൽ പ്ലാനിലേക്ക് വന്നപ്പം ഞങ്ങൾ ഈ വീട്ടിൽ ചെറിയ റിനോവേഷൻസ് പ്ലാൻ ചെയ്തതിൽ നിന്നും എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രപ്പോസലാണ് കൺക്ലൂഡ് ചെയ്തത്. അതിൽ ശരിക്കും ഞങ്ങൾക്ക് ആ പ്ലാൻ ഇഷ്ടപ്പെടുകയും ആ പ്ലാനിൽ അധിഷ്ഠിതമായി അവർ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. പ്ലാൻ ഞങ്ങൾക്ക് തന്നു. അതിനെ ബേസ് ചെയ്തിട്ട് റൈറ്റ് ആംഗിൾ ഞങ്ങൾക്കൊരു 3D എലിവേഷൻ തന്നു. ആ എലിവേഷൻ കണ്ടപ്പോൾ ശരിക്കും പഴയ വീടിനെക്കാട്ടി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും ഹസ്ബൻഡും കൂടി തീരുമാനിച്ചു ഞങ്ങൾ അതിൽ തന്നെ ഫൈനലൈസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 10 വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്കൊരു വാക്ക് ത്രൂ തന്നു. അതിൽ ഇപ്പോൾ ഈ വീട് എങ്ങനെയാണോ അത് ഞങ്ങൾ നേരത്തെ കണ്ടു. അതിൽ കണ്ട അതേപോലെ ഞങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് തന്നു. നമുക്കിപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ ഒരു മെസ്സേജ് അയച്ചാൽ അവരുടെ സ്റ്റാഫ് ഞങ്ങൾക്ക് അപ്പം തന്നെ റിപ്ലൈ തരുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഞങ്ങളതിൽ വളരെ 101% ഹാപ്പിയാണ് വിത്ത് റൈറ്റ് ആംഗിൾ. ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വന്ന സമയത്ത് ശരിക്കും അത് നമ്മളുടെ ഔട്ട് ഓഫ് ബഡ്ജറ്റായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഹൈ ആയിട്ടാണ് അത് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും റൈറ്റ് ആംഗിളോട്ടൊരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ എസ്റ്റിമേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ശരിക്കും ഒമിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് തന്നെയാണ് തോന്നിയത്. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഈ ഒരു വർക്കിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വീണ്ടും ഞങ്ങളത് ഫൈനലൈസ് ചെയ്ത് ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്നുള്ള നിലയിൽ നമ്മൾ റൈറ്റ് ആംഗിളിന് കൊടുക്കുകയാണ് ചെയ്തത്. കിച്ചൻ്റെ ഡിസൈനിൽ ശരിക്കും വൈറ്റ് കൗണ്ടർ ടോപ്പും ഒരു ഗ്രേ കളറും ആയിരുന്നു. അപ്പം എനിക്ക് മുന്നേ ഒരു മിൻറ്റ് ഗ്രീൻ കളറും വൈറ്റ് കോമ്പിനേഷനും ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാനത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വൈറ്റ് കൗണ്ടർ ടോപ്പും മിൻറ്റ് ഗ്രീനുമാണ് വേണ്ടതെന്ന്. പിന്നെ വേറെ എനിക്ക് പിയാനോ സിങ്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവൻ വെക്കാൻ ഉള്ള സ്ഥലം, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, ഇതെല്ലാം റൈറ്റ് ആംഗിൾ എനിക്ക് ഈ കിച്ചണിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നു. നല്ല സ്പേഷ്യസും ആണ്. പിന്നെ ഫ്ലോർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്ലോസി വേണ്ട എന്ന് സജസ്റ്റ് ചെയ്തപ്പോൾ അവർ എന്നെ പറഞ്ഞു വുഡൻ പ്ലാങ്ക്സ് ഉണ്ട് ടൈലിൻ്റെ തന്നെ. അങ്ങനെ അതാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് അതിലോട്ട് മുന്നോട്ട് പോയി. ഇപ്പം എൻ്റെ കിച്ചണാണ് എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
എൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ അത്രയും മനോഹരമായിട്ട് എനിക്ക് കിച്ചൺ ചെയ്ത് തന്നു. റൈറ്റ് ആംഗിള്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പോർഷൻ ഒരു ഇൻ്റർലോക്കും ബാക്കിയുള്ളതെല്ലാം ആ ഏരിയ ആയിരുന്നു. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അവിടെ സൈക്കിൾ ചവിട്ടുക കളിക്കുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പുള്ളി അങ്ങനെ ഈ ഇൻ്റർലോക്ക് ഏരിയാസിലാണ് കൂടുതൽ പുള്ളി ഫെമിലിയർ ആയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് ശരിക്കും പ്ലാനിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അവസാന നിമിഷമാണ് റൈറ്റ് ആംഗിളിനോട് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് വേണം എന്നുള്ളൊരു പ്രപ്പോസൽ വെച്ചത്. അത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഗ്രാസ് വെച്ചുള്ള ലാൻഡ്സ്കേപ്പ് വേണ്ട നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത്. ഒരു ഡ്രൈ ലാൻഡ്സ്കേപ്പിൽ നോക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ ആദ്യം നമ്മൾ ഡിസൈൻ നോക്കി, അതിൽ ചില പ്രിലിമിനറി ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ലാൻഡ്സ്കേപ്പ് ലൈറ്റ് ആഡ് ചെയ്തു. ഈ ഡ്രൈ ലാൻഡ്സ്കേപ്പിൻ്റെ കളർ നമ്മൾ ഡിസൈഡ് ചെയ്തു. പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്തു വന്നപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് റൈറ്റ് ആംഗിൾ നമുക്ക് ചെയ്തു തന്നത്. അതേപോലെ നമ്മുടെ ടോയ്ലറ്റ്സ് ആദ്യം ഉണ്ടായിരുന്ന വീടിന് ഒരു അറ്റാച്ച് ടോയ്ലറ്റ് ഉള്ളായിരുന്നു. പിന്നെ ഒരു റൂം ടോയ്ലറ്റ് ഇല്ലാണ്ടായിരുന്നു. അത് നമ്മൾ പുതിയത് ചെയ്തപ്പോൾ 2 റൂമും അറ്റാച്ച്ഡ് ആക്കി. ടോയ്ലറ്റ്സിൻ്റെയൊക്കെ ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഒരുവിധം പ്രീമിയം ടൈപ്പായി. നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ടോയ്ലറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു 5 സ്റ്റാർ ഫീലാണ് ശരിക്കും നമുക്ക്. എങ്കിൽ പോലും അവർ നമ്മളുടെ ബഡ്ജറ്റിനുള്ളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വെൽ എക്സിക്യൂട്ട് ചെയ്യും. 6 മാസത്തെ ഒരു ടൈം ലൈനായിരുന്നു ശരിക്കും നമ്മൾ റൈറ്റ് ആംഗിൾ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പം ഈ 6 മാസത്തെ ടൈം ലൈനിൽ ശരിക്കും പറഞ്ഞാൽ അവർ ആ കറക്റ്റ് ടൈം ലൈനിനുള്ളിൽ തന്നെ ആ പ്രോജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എഫർട്ട് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായി. ഇത് കൂടെ തന്നെ കുറെ അധികം അഡീഷണൽ വർക്ക്സും കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾക്ക് 6 മന്ത്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് തന്നു റൈറ്റ് ആംഗിൾ. അതായത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഓൾമോസ്റ്റ് ഫുൾ റിനോവേഷൻ തന്നെ പറയാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ഫ്ലോർ അത് പ്ലാൻ ചെയ്തിരുന്നില്ല. ഫുൾ റിനോവേഷനും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അതും ഡിസ്കസ് ചെയ്ത്, അത് പക്ഷേ ഔട്ട് ഓഫ് എസ്റ്റിമേറ്റ് ആയിരുന്നു. എങ്കിൽ പോലും അവർ 6 മന്ത്സിനുള്ളിൽ അതും ഇൻക്ലൂഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അതേ കണക്ക് തന്നെ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് വന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വീട് കണ്ടിട്ട് ഇത് റിനോവേഷൻ ചെയ്ത വീടല്ല, ഇത് പുതിയ വീടല്ലേ എന്ന് എല്ലാവരും ചോദിച്ചു. എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടമായി. ഇത് പുതിയ വീടെന്നാണ് എല്ലാവരും പറഞ്ഞേ. ഇതൊരു റിനോവേഷൻ ചെയ്ത വീടായിട്ടേ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞങ്ങൾ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ വീട് വെക്കാൻ നോക്കി. ഞങ്ങൾ ശരിക്കും റൈറ്റ് ആംഗിളിനെ സജസ്റ്റ് ലൈക്ക് അവരുടെ ഡിസൈൻ, അവരുടെ എക്സിക്യൂഷൻ, അവരുടെ സൈറ്റ് സ്റ്റാഫ്, എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും വളരെ കോപ്പറേറ്റീവും അവർ നല്ല ടെക്നിക്കലി സ്കിൽഡും നമ്മളുടെ ഐഡിയാസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ആർക്ക് ആണെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ റൈറ്റ് ആംഗിളിനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് കുറേ ഫാമിലി ഫോട്ടോസ് ചോദിച്ചിരുന്നു. ഞാനത് പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഞാനത് മറന്നുപോയി. അത് ശരിക്കും ഞങ്ങൾക്കൊരു സർപ്രൈസിന് വേണ്ടിയുള്ളതായിരുന്നു. ആ ഒരു ഫോട്ടോസ് വെച്ച് അവരൊരു കൊളാഷ് ഉണ്ടാക്കി ഞങ്ങളെ ശരിക്കും വാളിൽ പ്ലേസ് ചെയ്ത് ഞങ്ങൾക്ക് ശരിക്കും ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് അതൊരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെയുള്ളത് അവർ വളരെ പ്രൊഫഷണലും വളരെ കോപ്പറേറ്റീവും നല്ല സ്കിൽഡുമാണ്, നല്ല എഫിഷ്യൻ്റാണ്. ഇനി ആർക്കും ആണെങ്കിലും അവരെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്.